ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ആവി പറക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് എളുപ്പം. ഹലോ ഗൈസ്, നമ്മൾ ഈ ചട്ടിനിക്ക് ചമ്മന്തിക്കൊക്കെ നമ്മൾ തക്കാളി ചട്നി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊലി കളയാറുണ്ട്. ഞാൻ ആദ്യമെല്ലാം ഞാൻ ഇങ്ങനെയായിരുന്നു, കത്തി എടുത്തിട്ട് ഇങ്ങനെ തൊലി ചെത്തി കളയാറാണ് ചെയ്യൽ. അങ്ങനെ ഒരു ദിവസം എനിക്ക് എൻ്റെ ഏടത്തേയും ഒരു സംഭവം കാണിച്ചു തന്നു. അതിൽ ഞാൻ രണ്ടും കൂടെ ഉള്ളതാണ് ഇപ്പോൾ അതേ കാണിക്കുന്നത്. ആദ്യം ഒരു കോർക്കോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടക്കോലോ എന്തായാലും മതി കേട്ടോ. ഇങ്ങനെ ആദ്യം കുത്തിയെടുത്തിട്ട് നമ്മൾ തക്കാളിയിലെ കുത്തിയെടുത്തിട്ട് നമ്മൾ സ്റ്റൗവ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. സ്റ്റൗവിൽ അല്ലെങ്കിൽ നമ്മൾ തീയുടെ കണലൊക്കെ ആയാൽ മതി കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫാക്കിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി പൊട്ടുമ്പോൾ നമ്മൾ ഉള്ളിലെ നീരൊക്കെ ഇതാവുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പൊട്ടി വേറൊരു സൗണ്ട് വരും. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. അങ്ങനെ ഞാനത് ഓഫാക്കിയതായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വീണ്ടും അതെടുത്ത് കുത്തി അത് ചൂടാക്കി എടുക്കുകയാണ്. ഞാനത് നല്ലോണം ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ചൂടാവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്നും കൂടെ എടുത്ത് ചൂടാക്കി. എളുപ്പമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കത്തി കൊണ്ട് കളയുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണെന്നുള്ളത് കേട്ടോ. പെട്ടെന്ന് തൊലി ഊരാനും പറ്റും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ആവി പറക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് എളുപ്പം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടിയും കഴിയും. മറ്റേത് നമ്മൾ കത്തി കൊണ്ട് ചെത്തി കളയുമ്പോൾ നമ്മൾ ഒരുപാട് പോകുന്നുണ്ട്. തൊലി മാത്രമായിട്ട് നമുക്ക് കളയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ആ തൊലി മാത്രം ഇങ്ങനെ എടുത്ത് കളയാനും പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പം ഇതാണെന്നാണ് തോന്നുന്നത്. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആകുമ്പോൾ ബെസ്റ്റാണ്. ഞാൻ രണ്ടും കൂടെയുള്ള ഡിഫറെൻ്റാണ് ഞാൻ കൊടുത്തത്. ഈ ഫസ്റ്റ് നിൽക്കുന്നത് കത്തി കൊണ്ട് ചെത്തി കളഞ്ഞതും മറ്റത് നമ്മൾ അങ്ങനെ പീൽ ചെയ്തതുമാണ് കേട്ടോ.